കേരളത്തിൽ നിന്നും വിദേശത്ത് പഠിക്കാൻ പോകുന്ന വിദ്യാർത്ഥികളുടെ എണ്ണത്തിലും അതിനേക്കാൾ ഉപരി അവരുടെ താല്പര്യത്തിലും ഒരു ചെറിയ കുറവ് വന്നു തുടങ്ങിയിട്ടുണ്ട്. ഈ വിദ്യാർത്ഥികളെല്ലാം തന്നെ ഇന്ന് ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് ഇന്ത്യയിലെ പ്രീമിയർ ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ പഠിക്കുക എന്നുള്ളതാണ്. ഒരുപക്ഷെ അങ്ങനെ അവർ ചിന്തിക്കുന്നതിനുള്ള കാരണം വിദേശത്ത് പോയി പഠിക്കുന്നതിനെ വെച്ച് നോക്കുമ്പം ഫീസ് കുറച്ചും കൂടി കുറവാണ്, കുറച്ചും കൂടെ ജോലി കിട്ടാനും പ്ലേസ്മെൻറ്റിനുമുള്ള സാധ്യതകൾ കൂടുതലാണ്. അങ്ങനെ നോക്കുമ്പോഴാണ് നമുക്ക് ഒരു പിടി അധികം അല്ലെങ്കിൽ ഇച്ചിരി അധികം പ്രൈവറ്റ് യൂണിവേഴ്സിറ്റികൾ, ഡീംഡ് ടു ബി യൂണിവേഴ്സിറ്റികളുടെ ഒരു ലിസ്റ്റ് നമുക്ക് വരുന്നത്. വിദ്യാർത്ഥികൾ ഈ ഒരു യൂണിവേഴ്സിറ്റികളെ കുറിച്ചോടും ചോദിക്കുന്നുണ്ട്, എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെന്ന് വരുന്നുണ്ട്. ഇപ്പം ആദ്യമായിട്ട് ഈ ഒരു സെക്ഷനിൽ ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്, സർ, എന്തൊക്കെയാണ് UPES എന്ന് പറയുന്ന ഡീംഡ് ടു ബി യൂണിവേഴ്സിറ്റിയുടെ പ്രത്യേകതകൾ? ഇത് തിരഞ്ഞെടുക്കുന്ന വിദ്യാർത്ഥികൾ എന്തൊക്കെയാണ് ബേസിക് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ടത്? യൂണിവേഴ്സിറ്റി ഓഫ് പെട്രോളിയം ആൻഡ് എനർജി സ്റ്റഡീസ് UPES ഇത് 2003 ആണിത് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ. ഇതൊരു മൾട്ടി ഡിസിപ്ലിനറി ഡീംഡ് ടു ബി യൂണിവേഴ്സിറ്റി എന്ന് വേണം നമുക്ക് വിളിക്കാം. ഓക്കെ. കാരണം അവിടെ മെയിനായിട്ട് എഞ്ചിനീയറിംഗ് ആണ് അവിടെ ഏറ്റവും അധികം സ്കൂളുകളുള്ളത് എഞ്ചിനീയറിങ്ങിനാണ്. പിന്നെ ഡിസൈനിങ് സ്കൂളുണ്ട്, സ്കൂൾ ഓഫ് ഡിസൈനുണ്ട്, ലോയ്ക്ക് നല്ലതാണ്. പിന്നെ നമുക്കത് കൂടാതെ സയൻസ്, കെമിസ്ട്രി, ഫിസിക്സ്, പ്യുവർ സയൻസും അതിൻ്റെ റിസർച്ചും കാര്യമായിട്ട് അവിടെ നടക്കുന്നുണ്ട്. പിന്നെ ഒരു മാനേജ്മെൻറ്റ് BBA MBA മാനേജ്മെൻറ്റ് സ്റ്റഡീസ്, അതിൻ്റെ ഇത് 2 ക്യാമ്പസാണ് മെയിനായിട്ട്. ഒരു 4-5 കിലോമീറ്റർ 2 ക്യാമ്പസുകൾ തമ്മിൽ അകലമുള്ളൂ. എഞ്ചിനീയറിംഗ് ക്യാമ്പസാണ് വലിയ ക്യാമ്പസ്, ഒരു 30 ഏക്കറോളം സ്ഥലമുണ്ട്. മറ്റേത് 5-6 ഏക്കർ സ്ഥലമുള്ളൂ. അവിടെയാണ് ഈ മാനേജ്മെൻറ്റ് പ്രോഗ്രാം നടക്കുന്നത്. അപ്പം ഡെറാഡൂണാണ് ഇതിൻ്റെ ലൊക്കേഷൻ. അപ്പോൾ ഡെറാഡൂൺ, മസൂറിയൊക്കെ നമുക്കറിയാം ഹിൽ സ്റ്റേഷനാണ്, അതിൻ്റെ അട്രാക്ഷൻ ഉണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ ആ ഒരു അട്രാക്ഷൻ്റെ പേരിൽ തന്നെ കുറേ കുട്ടികൾ അവിടെ ജോയിൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനോടനുബന്ധിച്ച് ആ ഹിൽ സ്റ്റേഷനോട് ആ ഒരു രീതിയിലുള്ള ഇൻഫ്രാസ്ട്രക്ചർ നമുക്കവിടെ കാണാൻ പറ്റും. അത് ഫിസിക്കൽ ഇൻഫ്രാസ്ട്രക്ചറും അതുപോലെ തന്നെ അതിനകത്തുള്ള സൈബർ ഇൻഫ്രാസ്ട്രക്ചർ സിസ്റ്റങ്ങളെല്ലാം ആ ഒരു രീതിയിൽ തന്നെ നമുക്ക് കാണാൻ പറ്റും. നല്ലൊരു റെസിഡൻഷ്യൽ ആയിട്ട് ഉള്ള ഒരു ക്യാമ്പസാണ്. ക്യാമ്പസ് കുട്ടികൾ പറയുന്നത് നല്ല വൈബുള്ള ക്യാമ്പസാണ്. അതുപോലെ ഒരുപാട് പ്രോഗ്രാമുകൾ, ക്ലബ്ബുകൾ, ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ട്. പിന്നെ അവിടെ എടുത്തു പറയുന്ന 1-2 കാര്യങ്ങൾ, നല്ല ഫാക്കൽറ്റീസ് ആണെന്നാണ് പറയാറുള്ളത് പൊതുവെ. പ്രത്യേകിച്ച് ഐവി ലീഗ്സിൽ നിന്നൊക്കെയുള്ള കുറച്ച് പേരൊക്കെ ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. റിസർച്ച് അവർ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ സ്റ്റാർട്ടപ്സിന് ഫണ്ട് ഒക്കെ ചെയ്യുന്ന പോലെ ഇൻക്യുബേഷൻ സെൻറ്റർ നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നു. അപ്പോൾ അങ്ങനെയുള്ള ചില പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ പറയാറുണ്ട്. പിന്നെ അതുകൂടാതെ തന്നെ ചില പ്രധാനപ്പെട്ട നമ്മൾ IT ഫീൽഡിലുള്ള നമ്മുടെ ഇന്ത്യയിൽ തന്നെയുള്ള ഇൻഫോസിസായിട്ട് IBM ഒക്കെ ആയിട്ട് അവർക്കൊരു കൊളാബറേഷൻ ഉണ്ട്. പിന്നെ സെൻറ്റർ ഓഫ് എക്സലൻസ് AI ഡാറ്റാ സയൻസിൻ്റെ ഉണ്ട്. അതുപോലെ തന്നെ മൊബിലിറ്റിയുടെ സെൻറ്റർ ഓഫ് എക്സലൻസ് പറയാൻ പറ്റും. പിന്നെ നമ്മൾ നോക്കിയാൽ ഡ്രോൺ ടെക്നോളജി, അതിൻ്റെ സെൻറ്റർ ഓഫ് എക്സലൻസ്. പിന്നെ നമ്മൾ സാധാരണ റാങ്കിങ് ഒക്കെ ആണല്ലോ ഒരു യൂണിവേഴ്സിറ്റിയെ. അപ്പോൾ അതിന് നമ്മൾ NARF നോക്കിയാൽ 2025 എനിക്ക് തോന്നുന്നു 46ാമത്തെ റാങ്കിൽ എത്തിയിട്ടുണ്ട്. പിന്നെ QS വേൾഡ് റാങ്കിൽ അവരുടെ അക്കാഡമിക് റെസ്പോൺസിൽ ആ ഒരു രീതി നമ്മളൊക്കെ പരിഗണിക്കുമ്പോൾ വളരെ ഉയർന്ന, അപ്പം ഇന്ത്യയിലെ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റികളിൽ നമ്പർ 1 എന്നുള്ള രീതിയിലൊക്കെ അക്കാഡമിക് റെസ്പോൺസ് ആ ഒരു ഇതിലാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ, അല്ലാതെ യൂണിവേഴ്സിറ്റി നമ്പർ 1 എന്നുള്ളതല്ല. ഇപ്പോൾ വേൾഡിലെ ഒരു 2% യൂണിവേഴ്സിറ്റീസിൽ ഉറപ്പായിട്ടും നമുക്ക് അത് പെടുത്താനായിട്ട് സാധിക്കും. സാർ, ഈ പണ്ട് പത്രങ്ങളിലൊക്കെ ഒരു പക്ഷേ UPS നിറഞ്ഞു നിന്നിരുന്നത് ഈ പെട്രോളിയം എഞ്ചിനീയറിംഗ്, അതായത് വളരെ റെയർ ആയിട്ടുള്ള BTech പ്രോഗ്രാമുകളിലൊന്ന്, ഒരുപക്ഷെ അവിടെ കിട്ടുന്ന പ്ലേസ്മെൻറ്റുകൾ, ലക്ഷങ്ങൾ, കോടികൾ, അതൊക്കെ നിറഞ്ഞാണ് പത്രങ്ങളിൽ UPSനെ കുറിച്ച് ആദ്യ കാലയളവിൽ ഞാൻ കേട്ടിട്ടുള്ളത്. ശരിക്കും ഇന്നും ഈ പ്രാധാന്യം പെട്രോളിയം എഞ്ചിനീയറിങ്ങിനും ആ പ്ലേസ്മെൻറ്റിനും തന്നെയാണോ ആ യൂണിവേഴ്സിറ്റി അറിയപ്പെടുന്നത്? പെട്രോളിയം എഞ്ചിനീയറിങ്ങിൻ്റെ ഡിമാൻഡ് പൊതുവേ നമ്മൾ വേൾഡ് വൈഡ് നോക്കിയാൽ ഒരല്പം കുറഞ്ഞിട്ടുണ്ട്. നമ്മളത് കാരണം നമുക്ക് റിന്യൂവബിൾ ആയിട്ടുള്ള എനർജി സോഴ്സുകളിലേക്ക് നമ്മൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഭാഗമായിട്ട് അല്പം കുറഞ്ഞിട്ടുണ്ട്. പക്ഷേ അവിടുത്തെ അപ്ലൈഡ് പെട്രോളിയം എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞൊരു പ്രോഗ്രാമാണ്, സ്കൂൾ ഓഫ് അഡ്വാൻസ്ഡ് എഞ്ചിനീയറിംഗ്. അവിടെ 2 സ്കൂളുകളാണ് എഞ്ചിനീയറിങ്ങിന് കോമൺ ആയിട്ടുള്ളത്. ഒന്ന് സ്കൂൾ ഓഫ് അഡ്വാൻസ്ഡ് എഞ്ചിനീയറിംഗും മറ്റൊന്ന് സ്കൂൾ ഓഫ് കമ്പ്യൂട്ടർ സയൻസുമാണ്. അപ്പോൾ അഡ്വാൻസ്ഡ് എഞ്ചിനീയറിംഗിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രോഗ്രാം തന്നെയാണ് നമ്മൾ ഈ പറഞ്ഞ അപ്ലൈഡ് പെട്രോളിയം എഞ്ചിനീയറിംഗ്. അതിന് ഇപ്പോഴും നല്ല രീതിയിലുള്ള അഡ്മിഷനും ഇൻടേക്കും നടക്കുന്നുണ്ട്, അതുപോലെ പ്ലേസ്മെൻറ്റും ഉണ്ടെന്ന് നമുക്ക് പറയാം. അതുകൂടാതെ അവിടെ നമുക്ക്
എറോസ്പേസ് ഉണ്ട്, എറോസ്പേസ് ഉണ്ട്, കെമിക്കലുണ്ട്, മറ്റു മെക്കാനിക്കൽ, അങ്ങനെയുള്ള എല്ലാ ബ്രാഞ്ചുകളും, ഫയർ ആൻഡ് സേഫ്റ്റി ഉൾപ്പെടെയുള്ള എല്ലാ ബ്രാഞ്ചുകളും അഡ്വാൻസിലുണ്ട്. പിന്നെ നമ്മൾ സ്കൂൾ ഓഫ് കമ്പ്യൂട്ടർ സയൻസുമായിട്ട് ബന്ധപ്പെട്ട് വന്ന കമ്പ്യൂട്ടർ സയൻസ് റിലേറ്റഡ് ആയിട്ട് വരുന്ന പുതുതായിട്ടുള്ള IoT ഉണ്ട്, ഡാറ്റ ഉണ്ട്, AI ഉണ്ട്, ML ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള അതിൻ്റെ സബ്സെറ്റുകളെല്ലാം വരുന്ന ബ്രാഞ്ചസ് ഒരുപാടുണ്ട്. ഈ പെട്രോളിയം എനർജി അല്ലെങ്കിൽ പെട്രോളിയം എഞ്ചിനീയറിംഗ് പോലെ തന്നെ, അല്ലെങ്കിൽ അതിലും കൂടുതൽ ഇപ്പോൾ അവിടെ ഡിമാൻഡുള്ളത് കമ്പ്യൂട്ടർ സയൻസ് റിലേറ്റഡ് ആയിട്ടുള്ള പ്രോഗ്രാമുകൾ, AI ML മുതലായ പ്രോഗ്രാമുകൾക്കുമാണ്. ശരിക്കും പറഞ്ഞാൽ ട്രെൻഡ് അനുസരിച്ച് ക്യാമ്പസും മാറി, സബ്ജക്റ്റും മാറി. പ്ലേസ്മെൻറ്റിന് കൂടുതൽ പാക്കേജ് വരുന്നത് ഈ കമ്പ്യൂട്ടർ സയൻസ് റിലേറ്റഡ് ആയിട്ട് വരുന്നത്. അതുകൊണ്ടാകാം ഒരു പക്ഷേ. സാർ, ഞാനൊരു ജനറൽ ആയിട്ടൊരു കാര്യം ചോദിക്കാൻ ആഗ്രഹിക്കുക. ഇന്നത്തെ വിദ്യാർത്ഥികൾ, പ്രത്യേകിച്ചും മലയാളി വിദ്യാർത്ഥികൾ, കുറച്ചും കൂടെ ഒരു എന്താ പറയുക, ഒരു പ്രസ്റ്റീജ് സയൻസ് യൂണിവേഴ്സിറ്റികൾ തിരഞ്ഞെടുക്കാനാണ് താല്പര്യം കാണിക്കുന്നത്. അതായത് പ്രൈവറ്റ് യൂണിവേഴ്സിറ്റി, ഡീംഡ് ടു ബി, VIT ആയിക്കോട്ടെ, അല്ലെങ്കിൽ അതുപോലുള്ള മറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളായിക്കോട്ടെ. പക്ഷേ ഇത്തരമുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ കേരളത്തിൽ ഇല്ല എന്നുള്ളതല്ലേ ഒരു പക്ഷേ വിദ്യാർത്ഥികളെ മറ്റ് സ്ഥലങ്ങളിലേക്ക് കൂടുതൽ അഡ്മിഷനും ആപ്ലിക്കേഷനുമായിട്ട് പോകാനായിട്ട് സ്വാധീനിക്കുന്നത്? നമുക്കത് പല രീതിയിൽ നമുക്ക് പറയാം. നമ്മളിപ്പോൾ ഈ പറഞ്ഞ യൂണിവേഴ്സിറ്റി ഡെറാഡൂണിലാണ്. ഡെറാഡൂൺ പല കാര്യങ്ങൾ കൊണ്ട് അട്രാക്ഷൻ ഉള്ളപ്പോഴും നമുക്കറിയാം നമുക്ക് ഒരുപാട് അകലെയാണ്. ഉത്തരാഖണ്ഡിലാണ് ഇത്, ഉത്തരാഖണ്ഡിലാണ് ഇത് ലൊക്കേറ്റ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ നോക്കുമ്പോൾ ഫീസ് സ്ട്രക്ചർ വളരെ ഉയർന്നതാണ്. നമുക്ക് 4 വർഷത്തെ കോഴ്സ് ഫീ തന്നെ ഏകദേശം ഒരു 21 ലക്ഷം രൂപ വരും. അത്രയും എക്സ്പെൻസീവ് ആണ്. പിന്നെ ഹോസ്റ്റലോടെ കുട്ടികൾ എന്താണെങ്കിലും 30 ലക്ഷം രൂപ മിനിമം ചിലവ് വരും അവിടെ ഈ 4 വർഷത്തെ ഒരു BTech പ്രോഗ്രാം പഠിച്ചിറങ്ങാൻ. അപ്പോൾ അവിടുത്തെ ഒരു പ്ലേസ്മെൻറ്റ് സെനാരി നമ്മൾ നോക്കിയാൽ ഒരു ഹയസ്റ്റ് 33 കമ്പ്യൂട്ടർ സയൻസിൽ 33 LPA കണ്ടത്. 1.3 CR എന്നൊക്കെ ഒരു പക്ഷേ അവരുടെ വെബ്സൈറ്റിലൊക്കെ നോക്കിയാൽ കാണുമായിരിക്കും. പക്ഷേ കമ്പ്യൂട്ടർ സയൻസിൽ ഇതാണ് കാണുന്നത്. 90% പ്ലേസ്മെൻ്റ് ഉണ്ട്. പക്ഷേ നമ്മളവിടെ ശ്രദ്ധിക്കേണ്ട ആവറേജ് മീഡിയനൊക്കെയാണ്. ആവറേജ് ഒരു 8.5 ഒക്കെ ഉണ്ടാവുള്ളൂ. മീഡിയനിലേക്ക് വരുമ്പോൾ അത് 6.5 റേഞ്ചിലേക്കൊക്കെ കുറയുന്നതായിട്ട് കാണാൻ സാധിക്കും. അപ്പോൾ ആ ഒരു റേഞ്ചിലുള്ള പാക്കേജാണ്. അപ്പോൾ ഇനിഷ്യലി ബിഗിനേഴ്സിന് ആ ഒരു പാക്കേജ് കിട്ടാറുള്ളൂ പൊതുവെ. അതിനകത്ത് ഏറ്റവും മിടുക്കരായിട്ടുള്ള മറ്റ് സ്കിൽസൊക്കെ അച്ചീവ് ചെയ്തിട്ടുള്ള പുതിയ കാല സ്കില്ലുകളൊക്കെ നേരത്തെ തന്നെ പ്ലാൻ ചെയ്ത് അതിനുള്ള സർട്ടിഫിക്കേഷൻസൊക്കെ എടുത്ത കുറേ പേരൊക്കെ ഉണ്ടാവും. അവർക്കാണ് ഈ ഹയസ്റ്റ് പാക്കേജ് കിട്ടാറുള്ളത്. സാർ, ഒരു പക്ഷേ നമ്മൾ പല IT കമ്പനികളുടെയും ഒരു അത് ഫ്രഷ് ആയിട്ട് വന്ന് ചേരുമ്പോൾ ഉള്ള സാലറി പാക്കേജ് വളരെ കുറവല്ലേ? പലപ്പോഴും കമ്പയർ ചെയ്യപ്പെടുന്ന ഇൻഫോസിസിൻ്റെയൊക്കെ 10 വർഷം മുമ്പത്തെ പാക്കേജും ഇപ്പോഴത്തെ പാക്കേജും ഒക്കെ വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല. ഇത് തന്നെയാണ് എല്ലായിടത്തും സംഭവിക്കുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ BTechന് ശേഷം കിട്ടുന്ന ഫസ്റ്റ് ഇയർ പാക്കേജ് മജോറിറ്റി സ്റ്റുഡൻസിനും വലിയ മാറ്റമൊന്നും ഉണ്ടാകുന്നില്ല. വലിയ മാറ്റമൊന്നും ഉണ്ടാകുന്നില്ല എന്ന് തന്നെ നമുക്ക് പറയാം. എക്സെപ്ഷണലി കഴിവുള്ളവർക്ക് വരുന്ന കമ്പനികൾ പ്രോഡക്റ്റ് ബേസ്ഡ് ആണെങ്കിൽ അല്പം വ്യത്യാസം. സർവീസ് ബേസ്ഡ് കമ്പനികളാണ് നമുക്ക് ഈ ഒരു നമ്മുടെയൊക്കെ സാധാരണ ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജ് കൂടുതൽ അവരാണ് വരുന്നത്. അപ്പോൾ അതുകൂടാതെ ഇവർക്ക് ചില ഇൻഡസ്ട്രി കൊളാബറേഷനൊക്കെ ഉള്ളത് കൊണ്ട് കുറച്ചുകൂടിയൊക്കെ ബെറ്ററാക്കി അവർക്ക് സാധിക്കുമെന്ന് വിചാരിക്കും. പക്ഷേ ഫീസ് സ്ട്രക്ചർ ഇത്ര ഉയർന്നതാണ്. നമ്മുടെ കേരളത്തിലെ ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജിലെ ഫീസ് സ്ട്രക്ചറുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഒരിക്കലും കമ്പയർ ചെയ്യാൻ പോലും പറ്റാത്ത രീതിയിലുള്ള ഉയർന്ന ഒരു ഫീസാണ് നമ്മുടെ ഇവിടെ ഉള്ളത് എന്നുള്ള ഒരു കാര്യമുണ്ട്. പക്ഷേ സാലറിയുടെ കാര്യത്തിൽ വലിയ വ്യത്യാസം നമുക്ക് പറയാനില്ല. ഒരു സ്മാർട്ടായിട്ടുള്ള ഒരു കുട്ടിയെ സംബന്ധിച്ച് നമ്മുടെ കേരളത്തിലെ ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിക്കുമ്പോൾ ഉള്ള ഒരു പാക്കേജ് ഈ രീതിയിൽ വരാറുണ്ട്. അവിടുത്തെ ഒരു ആവറേജ് പാക്കേജ് തന്നെ ഇവിടെ കിട്ടാറുണ്ട്, അല്ലെങ്കിൽ അതിനോട് അടുത്തുള്ള ഒരു പാക്കേജ് തന്നെ ഇവിടെ കിട്ടാറുണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ അത് കുട്ടികളെ ആലോചിച്ചിട്ട് തീരുമാനമെടുക്കുക. നമുക്ക് ഇപ്പോൾ ഇവിടെ UPSനെ സംബന്ധിച്ച് അവരുടെ അഡ്മിഷൻ പ്രൊസീജിയർ നോക്കിയാൽ നമുക്ക് ഒരുപാട് എക്സാമുകൾ ഉണ്ട്. അവർ പറയുന്നുണ്ട്. ഒന്ന് അവരുടെ തന്നെ അഡ്മിഷൻ ടെസ്റ്റ്, UPS എഞ്ചിനീയറിംഗ് അഡ്മിഷൻ ടെസ്റ്റ് പറയുന്നുണ്ട്, അല്ലെങ്കിൽ JEE മെയിൻ മറ്റ് ക്രൈറ്റീരിയ പറയുന്നുണ്ട്, CUET സ്കോർ പറയുന്നുണ്ട്, SIT അബ്രോഡുള്ളവരെ സംബന്ധിച്ച് SIT സ്കോർ വരുന്നുണ്ട്. ഇനി അതുകൂടാതെ +2വിൻ്റെ സ്കോറും വെച്ച് അഡ്മിഷൻ അവർ പറയുന്നു. അപ്പോൾ നമുക്ക് ഏകദേശം ഏത് രീതിയിലുള്ള കുട്ടികളും ഉണ്ട്. ഈ ഫീ അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ആളുകളുണ്ട്. പക്ഷേ എക്സ്പോഷർ വൈസ് നമുക്ക് നല്ലതാണെന്നേ പറയാൻ പറ്റുള്ളൂ. കാരണം ആ ഒരു രീതിയിലുള്ള ഇൻഫ്രാസ്ട്രക്ചറും കാര്യങ്ങളും ഫാക്കൽറ്റിയൊക്കെ അവിടെ ഉണ്ടെന്ന് നമുക്ക് പറയാം. പിന്നെ ഇവർ വിദേശത്തേക്ക് പല പ്രോഗ്രാമുകളുണ്ട്. ഗ്ലോബൽ പാത്വേ എന്നും പറഞ്ഞ് 2 വർഷം UPSലും 2 വർഷം വിദേശ യൂണിവേഴ്സിറ്റിയിലും പഠിക്കുന്ന ഒരു പ്രോഗ്രാമുണ്ട്. അത് യൂണിവേഴ്സിറ്റി ഓഫ് കാലിഫോർണിയ ബെർക്കലി യൂണിവേഴ്സിറ്റി ഉണ്ട്. പിന്നെ നമ്മുടെ ഓസ്ട്രേലിയയിലുള്ള ക്യൂൻസ്ലാൻഡ് യൂണിവേഴ്സിറ്റി ക്യൂൻസ്ലാൻഡ് ഉണ്ട്.
അതുപോലെ ന്യൂസിലൻഡിലെ യൂണിവേഴ്സിറ്റി ഓഫ് ഓക്ലൻഡ് ഉണ്ട്. ഓക്കെ. അപ്പോൾ ഇങ്ങനെയുള്ള യൂണിവേഴ്സിറ്റി ആയിട്ട് ഒരു പ്രോഗ്രാമുണ്ട്. പിന്നെ സെമസ്റ്റർ അബ്രോഡ് എന്ന് പറഞ്ഞാൽ മറ്റേ പ്രോഗ്രാമുണ്ട്. ഓക്കെ. അതായത് ഒരു സെമസ്റ്റർ വിദേശത്ത് പോയി പഠിക്കുന്ന പ്രോഗ്രാം, മറ്റേ 2 വർഷമാണ്. പിന്നെ സ്റ്റുഡൻറ്റ് എക്സ്ചേഞ്ച് പ്രോഗ്രാംസ് ഉണ്ട്. ഓക്കെ. അപ്പോൾ ഇങ്ങനെ അബ്രോഡ് ഉള്ള യൂണിവേഴ്സിറ്റീസൊക്കെ ആയിട്ട് അവർക്ക് കൊളാബറേഷൻ ഉണ്ട്. സാർ, ഞാനൊരു ജനറൽ ആയിട്ടൊരു കാര്യം ചോദിക്കാൻ ആഗ്രഹിക്കും. അതായത് ഇപ്പോഴത്തെ ഒരു യൂണിവേഴ്സിറ്റിയുടെ ഒരു സിറ്റുവേഷൻ നോക്കുകയാണെങ്കിൽ എല്ലാ യൂണിവേഴ്സിറ്റികളിലും തന്നെ 1, 2 അല്ലെ അതിലധികമോ പ്രോഗ്രാമുകൾ ഇങ്ങനെ സെമസ്റ്റർ അബ്രോഡ് ഈ ഒരു കാറ്റഗറിയിലുണ്ട്. ശരിക്കും എന്തായിരിക്കും ഇങ്ങനെ ഒരു പ്രോഗ്രാമുകൾ കൂടുതൽ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ കാരണം? ഒരു പക്ഷേ ഫീസിൻ്റെ കാര്യങ്ങളിൽ, എക്സ്പെൻസിൻ്റെ കാര്യം നോക്കുമ്പോൾ ഇത് കുറച്ചും കൂടെ കുറവാണ് എന്നുള്ളതാണോ, അതോ വിദ്യാർത്ഥികളെ അട്രാക്ട് ചെയ്യുന്ന ഒരു ഫാക്ടർ? അതും ഒരു കാരണമായിട്ട് നമുക്ക് പറയാം. ഓക്കെ. കാരണം 2 വർഷം ഇന്ത്യയിൽ പഠിക്കുമ്പം നമുക്ക് ആ 2 വർഷത്തെ ഫീസ് എന്ന് പറയുമ്പോൾ ഒരു ഇന്ത്യൻ റുപ്പീസിൽ റുപ്പീസ് വരുന്നു. നമ്മുടെ ഇന്ത്യയിൽ നിലവിലുള്ള ഒരു ഫീസ് സ്ട്രക്ചറെ അവർക്ക് ഫോളോ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ. അതിനുശേഷം വിദേശത്ത് പോകുമ്പോഴാണ് അവിടുത്തെ ഒരു ഫീസ് സ്ട്രക്ചറിലേക്ക് വരുന്നത്. അപ്പോൾ അതൊരു കാര്യമാണ്. പിന്നെ അവിടുത്തെ ഒരു സർട്ടിഫിക്കറ്റ്, ഇപ്പോൾ ഇവിടെ നിന്നുള്ളതും അവിടുത്തെ ഞങ്ങൾ 2 യൂണിവേഴ്സിറ്റി ചേർന്നുള്ളതാകുമ്പം അവിടെ ജോലി സാധ്യതയും ഉണ്ടാവുന്നുണ്ട്. അതുകൊണ്ടാണ് അങ്ങനെ ഒരു പ്രോഗ്രാം പലരും, അത് മാസ്റ്റേഴ്സ് ലെവലിലൊക്കെ ഇപ്പോൾ പല യൂണിവേഴ്സിറ്റികളിലും അങ്ങനെ ആരംഭിച്ചിട്ടുണ്ട്. ഇപ്പം BIT ഒക്കെ UG ലെവലിൽ പോലും അങ്ങനത്തെ പ്രോഗ്രാം ആരംഭിച്ചിട്ടുണ്ട്. പിന്നെ എപ്പോഴും ഇൻ്റർനാഷണൽ കൊളാബറേഷൻ ഉള്ളത് എന്തുകൊണ്ടും നല്ലതാണ്. അത് അവിടെ പോയി ഇപ്പോൾ 2 വർഷം അവിടെ പഠിക്കുക എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അഫോർഡബിൾ ആണോ എന്നറിയില്ല. പക്ഷേ ഈ ഒരു ഫീസ് സ്ട്രക്ചർ ഇന്ത്യയിൽ തന്നെ കൊടുക്കുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ച് ഒരു പക്ഷേ സാധിക്കുന്നവരാണെങ്കിൽ എക്സ്പോഷർ വൈസ് നല്ലതാണ്. നമുക്ക് അതിനകത്ത് ഈ ഫിനാൻസിൻ്റെ ഒരു ഫാക്ടർ, വാല്യൂ ഫോർ മണി ആണോ എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പോൾ അങ്ങനെയുള്ളവരെ സംബന്ധിച്ച് ഓക്കെയാണ്. എഞ്ചിനീയറിംഗും അനുബന്ധ ഫീൽഡിലും ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഏറ്റവും മികച്ച ഇൻഫർമേഷൻ ഏറ്റവും കൃത്യമായി നൽകുക എന്നുള്ളതാണ് ബ്രില്യൻ പാല ജെയ് മെയിൻ ആൻഡ് എഞ്ചിനീയറിംഗ് എന്ന ചാനലിൻ്റെ ഉദ്ദേശം. അതുകൊണ്ട് തന്നെ ഇന്ത്യയിലുള്ള, ലോകത്തിൽ എവിടെയുമുള്ള ഏതൊക്കെ BTech പ്രോഗ്രാമുകളുണ്ടോ, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഏതൊക്കെ കോഴ്സുകളുണ്ടോ, ഇതിലെ എല്ലാം ഡീറ്റെയിൽസ് നിങ്ങളിലേക്ക് എത്തുകയാണ്. ഓരോ യൂണിവേഴ്സിറ്റികളാണ് നമ്മൾ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത്, ഗവൺമെൻറ് ഫണ്ടഡ് യൂണിവേഴ്സിറ്റികൾക്ക് തന്നെയാണ്. അതുപോലെ തന്നെ ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിൻ്റെ സിറ്റുവേഷൻ അനുസരിച്ച് പ്രൈവറ്റ് യൂണിവേഴ്സിറ്റികൾക്കും ഡീംഡ് ടു ബി യൂണിവേഴ്സിറ്റികൾക്കും വിദ്യാർത്ഥികൾ താല്പര്യം പ്രകടിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഓരോ യൂണിവേഴ്സിറ്റികൾ പരിഗണിക്കപ്പെടുന്നത്. ഇന്ന് നമ്മൾ UPES എന്ന് പറയുന്നൊരു പ്രൈവറ്റ് കാറ്റഗറിയിലുള്ള ഡീംഡ് ടു ബി യൂണിവേഴ്സിറ്റിയാണ് നമ്മൾ പരിഗണിച്ചത്. അതുപോലെ തന്നെ വരും ദിവസങ്ങളിൽ മറ്റ് ഡീംഡ് യൂണിവേഴ്സിറ്റികളും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. വിദ്യാർത്ഥികളും പേരൻസും ഒരു കാര്യം മനസ്സിലാക്കണം, എല്ലാ യൂണിവേഴ്സിറ്റികൾക്കും അതിൻ്റേതായ മെച്ചങ്ങളുണ്ട്. ഒരു പ്രോഗ്രാം തിരഞ്ഞെടുക്കുമ്പം അത് നമുക്ക് അനുയോജ്യമാണോ, അതിൻ്റെ ഫീസ് സ്ട്രക്ചർ നമുക്ക് അനുയോജ്യമാണോ, ഇത്രമാത്രം ഫീസ് കൊടുത്ത് അവിടെ പഠിച്ചാൽ അത് വാല്യൂ ഫോർ മണിയാണോ, ഇതെല്ലാം ചിന്തിച്ച് തിരഞ്ഞെടുക്കേണ്ട കാര്യങ്ങളാണ്. ഞങ്ങൾ ഏറ്റവും സിമ്പിളായ, ഏറ്റവും യൂസ്ഫുള്ളായ, ബേസിക് ആയിട്ടുള്ള ഇൻഫർമേഷൻ നിങ്ങളിലേക്ക് നൽകുന്നു എന്നുള്ളതാണ്. ഓരോ പ്രോഗ്രാമുകൾ, ഓരോ കോഴ്സുകൾ നിങ്ങൾ തിരഞ്ഞെടുക്കുക. അതിന് നിങ്ങളെ സഹായിക്കാനായിട്ട് ബ്രില്യൻ സ്റ്റഡി സെൻറ്റർ എപ്പോഴും ഉണ്ടായിരിക്കും. അതിനുള്ള എല്ലാ ഇൻഫർമേഷൻസുമായിരിക്കും ബ്രില്യൻ പാല ജെയ് എന്നുള്ള യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾക്ക് നൽകുന്നത്. ജോബി സാർ, ഇന്നത്തെ ഒരു സെക്ഷൻ വളരെ യൂസ്ഫുൾ ആയിരുന്നു. വരും ദിവസങ്ങളിൽ മറ്റ് ഡീംഡ് യൂണിവേഴ്സിറ്റികൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം. താങ്ക് യു സർ, താങ്ക് യു വെരി മച്ച്. Brilliant Study Center, India's #1 coaching center for NEET and JEE.